hello, good morning. ഇതൊക്കെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ടുഡേ April 26, 2026. കൊള്ളാലോ. മൈ ഫസ്റ്റ് ഡേ ഓഫ് മൈ ഫസ്റ്റ് ജോബ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൈറ്റ്മെൻ്റ് ആണോ ടെൻഷനാണോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും പ്രോസസ്ഡ് ആയിട്ടില്ല. ഞാൻ ജോലിക്ക് പോവാണ് എന്നുള്ളൊരു കാര്യമൊക്കെ. അതുകൊണ്ട് എന്താ പറയേണ്ടതെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എനിക്ക് ഈ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാൻ വേറെ ദിവസം ഏതാണ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഫുൾ ലാസ്റ്റ് തീർന്നവരെ കാണാം. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കണം. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് അറിയില്ല കറക്റ്റായിട്ട് എന്നവിടെ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളൊന്നും. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോവാണ്. ഫുഡ് ഉണ്ടാക്കണം, വിളക്ക് എത്തിക്കണം. സമയമില്ല, ഇപ്പോൾ തന്നെ 6:30 ആയി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം. അങ്ങനെ നേരെ പോയി വിളക്കം കത്തിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അവർ വൈകുന്നേരം വരെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എന്തായാലും പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് വലിയ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ചാടിത്തുള്ളി പോകുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ എന്താവും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്തായാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ. ഒരു 10-15 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തും. അങ്ങനെ നമ്മളവിടെ നേരെ HR റൂമിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. കുറേ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനും ബയോമെട്രിക് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ നേരെ പോസ്റ്റിംഗ് ഉള്ളിടത്തേക്ക് കൊണ്ടുപോയി ഒന്ന് ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഊട്ടിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ എൻ്റെ പകുതി ജീവൻ അങ്ങ് പോയായിരുന്നു. പിന്നെ എവിടെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഓർത്ത് സമാധാനിച്ചു. ഉച്ച കഴിഞ്ഞപ്പോഴേ നമ്മളെ ബാങ്കിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. പുതിയൊരു അക്കൗണ്ട് എടുക്കണമായിരുന്നു, സാലറി അക്കൗണ്ട് ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നേരം പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ബസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവർക്ക് കിട്ടും, അത്രയുള്ളൂ. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹലോ ബസ്, അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഊട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞങ്ങൾ ഊട്ടിയിൽ അങ്ങനെ ഒരുപാട് നേരം നിന്നിട്ടില്ല. ചെന്നപ്പോൾ തന്നെ കുറേ ഫോംസ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ID കാർഡിൻ്റെ കാര്യങ്ങളും പിന്നെ അക്കൗണ്ട് എടുക്കണമായിരുന്നു യൂണിയൻ ബാങ്കിൽ, സാലറി അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. രാവിലെ ചെന്ന ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ OT-യിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ എൻ്റെ കിളി പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടുത്തെ സീനിയർ സിസ്റ്റേഴ്സ് നമ്മളെ എല്ലാ OTസും പിന്നെ അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്നൊരു ഓറിയൻറ്റേഷനൊക്കെ പോലെ ഏകദേശം ഈ ഒരു മന്ത് ഫുൾ അങ്ങനെ ആയിരിക്കും. സാറ്റർഡേയ്സിൽ മാത്രം ക്ലാസ് കാണും. ബാക്കി ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓരോ ഓപ്പറേഷൻസൊക്കെ കണ്ട് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വേറെ അങ്ങനെ ഉച്ച കഴിയുമ്പോഴത്തേക്കും ബാങ്ക് അക്കൗണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിലായിരുന്നു. എൻ്റെ ദൈവമേ എത്ര നേരം ബാങ്കിൽ ഇരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിയായതിന് നാളെയും പോകുന്നതിന് വേണ്ടിയിട്ട്. നാളെ തൊട്ട് 8 to 5 രാവിലെ 8 മണിക്ക് എത്തണം അവിടെ. എനിക്കറിയില്ല, ഇത്രയും നാളും സുഖജീവിതമായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനൊരു ചേഞ്ച് വന്നപ്പം അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു മടുപ്പ്, നല്ല ഉറക്കം എനിക്ക് ഉച്ചയായപ്പോൾ തന്നെ നല്ല രീതിക്ക് ഉറക്കം വരായിരുന്നു. എന്നിട്ട് പിടിച്ച് നിന്ന് ഞങ്ങൾ ബാങ്കിലൊക്കെ പോയി ചെന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് പോരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് നിന്ന് പറഞ്ഞു നേരത്തെ പോയിക്കോ, നാളെ 8 മണിക്ക് വന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. എന്തായാലും ഇന്ന് ഞാൻ അമ്മയും ചേച്ചിയൊക്കെ പറയാറുണ്ട് എത്ര പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പഠിച്ചു കഴിഞ്ഞു ജോലിക്ക് കയറി എന്നൊക്കെ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും വളരെ സന്തോഷം, ഭയങ്കരമായിട്ടും. ഇപ്പം തന്നെ സമയം ഒരു 6:30 കഴിഞ്ഞു. സോ ഇനിയൊന്ന് കുളിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങുമായിരിക്കും. പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം, നേരെ കയറി കിടന്ന് ഉറങ്ങണം. ഇനി എങ്ങനെ വീഡിയോസ് എടുക്കലൊക്കെ എങ്ങനെയാകുമെന്ന് എനിക്കൊന്നും ഐഡിയ ഇല്ല. കാരണം ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് മെല്ലെ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നടക്കില്ലയോ എന്നൊന്നും. എനിവേ എന്തായാലും ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എനിക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുന്നവരൊക്കെ ഞാൻ മറന്നേ പോയായിരുന്നു. കാരണം അവിടെ ഞാനാണെങ്കിൽ എഴുതുന്ന ഫോം മൊത്തം തെറ്റിപ്പോയായിരുന്നു ടെൻഷൻ കയറിയിട്ട്. എന്തൊക്കെയാ കാണിച്ചത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനും ടെൻഷനായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് ഡേ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാപ്ചർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറേ നാളെ എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇതൊന്ന് ക്യാപ്ചർ ചെയ്യണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഇടുന്നത്. കാരണം ഇതിൻ്റെ ഒരു ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ. കാരണം ഫസ്റ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കെന്നല്ല എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നൊന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച്. എൻ്റെ ഈ ഒരു സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ വീഡിയോസ് ഇടും. ഇനി ഇങ്ങനത്തെ ജോലിക്ക് പോകുന്ന വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഇന്നത്തെ പ്രശ്നങ്ങളോട് നിർത്തുന്നു. അപ്പോൾ ശരി, ബൈ ഗൈസ്.